ഇടുക്കി ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയെന്നൊരു വാർത്ത വരുന്നു. പല കൂട്ടങ്ങളായി തിരിഞ്ഞാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ തുടരുന്നത്. ചക്കക്കൊമ്പനും ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട്. കൂട്ടത്തിനൊപ്പമാണ് ചക്കക്കൊമ്പൻ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 301 കോളനി ഭാഗത്തും അതുപോലെ തന്നെ സിംഗ് കണ്ടത്തും സൂര്യനെല്ലി ഭാഗത്തും ഒക്കെ ഈ കാട്ടാനകൾ പല കൂട്ടങ്ങളായി തിരിഞ്ഞുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആനകൾ കഴിഞ്ഞ ദിവസം മാരിയെ കൊലപ്പെടുത്തിയ കാട്ടാനകളാണ്. ഇതിപ്പോഴും സൂര്യനെല്ലി ഭാഗത്തും അതുപോലെ തന്നെ 301 കോളനി ഭാഗത്തും കറങ്ങി നടക്കുകയാണ്. എന്തായാലും ഇതിനെ കൃത്യമായിട്ട് RRT നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം അക്രമകാരിയായ ആനയാണ്. മുൻപ് ശക്തിവേലിനെ ഉൾപ്പെടെ ഒരു വനംവകുപ്പ് വാച്ചറെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ കൂട്ടത്തിലുണ്ടായിരുന്ന കാട്ടാനകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യവും. എന്തായാലും RRT കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആനകൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകളെ അറിയിക്കുന്നുണ്ട്. ഈ മഞ്ഞും മഴയും കാറ്റുമുള്ള സാഹചര്യത്തിൽ ആളുകൾ പരമാവധി സൂക്ഷിച്ചു പോവുക എന്നുള്ളതാണ്. അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശം വരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആളുകൾക്ക് ജോലിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അവരുടെ ഉപജീവനമാർഗം കളഞ്ഞുകൊണ്ട് അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അതെന്തായാലും വനംവകുപ്പ് അതിനുള്ള സാഹചര്യം വരുമാനം ഒരുക്കി കൊടുക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നതുകൊണ്ട് ആനയെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുക എന്നുള്ളതാണ് നാട്ടുകാർ